കർമ്മവും ഞാനും കൂടെ യാതൊരു ബന്ധമില്ല. വെള്ളി കിട്ടുന്ന സ്ഥാനത്ത് നിന്ന് വഴിമാറി പോകുന്ന അവസ്ഥ, ആ അവസ്ഥക്ക് മാറ്റം വരുത്തണ്ടേ? എന്റെ സന്താനങ്ങൾ പോകുന്നുണ്ട്. ഞാനും പൈലങ്ങള് വാക്കുകൾ പറയുമ്പോഴേ എനിക്ക് മനസ്സിലായോ? മനസ്സിലാവണ്ട. കഴിഞ്ഞ ആണ്ട കോളനി എന്റെ കാര്യങ്ങൾക്ക് പൈലങ്ങള് വാക്കാൽ വിളിക്കുന്ന കാര്യങ്ങള് എന്റെ സന്താനങ്ങൾക്കും എനിക്കുണ്ടാവുന്ന രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. കേട്ടോ പൈതലല്ല എന്റെ മറ്റു സന്താനങ്ങള്, ആ സന്താനങ്ങള് മനസ്സിൽ ലയിച്ചപ്പോ എനിക്കും ബാധിച്ച്. പക്ഷെ എന്റെ മനസ്സിൽ കഴിഞ്ഞപ്പോ പൈതങ്ങൾക്ക് ഉണ്ടായി. ആ പ്രയാസം മാറിയിട്ട് ഞാനടുത്തുള്ള പ്രസ്ഥാനമായിട്ട് ഞാൻ കയറി ആ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. ആ പണി വിജയുണ്ടാവും. അതല്ല വേണ്ടത്. ഇനി പ്രസ്ഥാനം പോകുന്ന സമയത്ത് സന്താനങ്ങൾ 4 പേരെങ്കിലും കൂടി വന്നിട്ട് എന്റെ ആലയത്തിൽ വന്നിട്ട് സേവക്കാരനോടും മായോടും കൂടെ ഞാനും കാര്യങ്ങൾക്ക് വിളിച്ചാല് സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് അല്ല ലാഭത്തില്ലാണ്ടുണ്ട്. സന്താനങ്ങൾ പോകുന്ന വഴിയിൽ യാതൊരു ക്ലേശവും കൂടാതെ എടോമോളം മുന്നും പിന്നെ രക്ഷയായിട്ട് ഞാനും സേവക്കാരനും മറ്റു കുട്ടികളും സന്താനങ്ങളോട് ഉണ്ടാവും. പക്ഷേ ആ സന്താനങ്ങൾ കിട്ടുന്ന വെള്ളിയിൽ നിന്ന് ഒരംശം എനിക്കായിട്ട് നീക്കി നോക്കണം. പറ്റോ നിങ്ങൾക്ക്? ഞാൻ പഠിച്ചുണ്ടാക്കി തരും. പോരെ? കാലങ്ങളായിട്ട് കാത്തു വെച്ചിട്ട് ഇന്നെ എത്തിച്ചോളൂ അല്ലേ? അല്ല വൈതലേ കഴിഞ്ഞാണ്ട കോളനി സങ്കല്പിച്ചു വെച്ചല്ലേ? കുഴപ്പങ്ങളൊക്കെ ആകെ പറ്റി നടക്കുന്നുണ്ട്. മനസ്സിലായാ? പൈതങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില വാക്കുകള് ഇല്ലേ? പേടിക്കണ്ട. ആ സ്ഥാനത്ത് പൈതങ്ങളെ കൂടെ നോക്കാൻ ഞാൻ ഉണ്ടാവും. പോരെ? സേവക്കാരുണ്ടല്ല, സേവക്കാരോട് നന്നായി സങ്കല്പിക്കണം. മനസ്സിലായാ? പൈതലിന്റെ തറവാടാലയത്തിൽ നിൽക്കുന്ന സേവാമൂർത്തി ഉണ്ടല്ലോ, ആ സേവക്കാരനോട് കാര്യങ്ങളെല്ലാം സങ്കല്പിച്ചോ. എപ്പോഴും സദാസമയവുമായി കേട്ടാ. ഞാനും കൂടെ വന്നിട്ട് പൈതങ്ങൾക്ക് അസംഗില്ലാണ്ട് ആവത്തില്ലാണ്ട് എന്റെ സന്താനങ്ങളെ നേരെ കൊണ്ടേക്കോളൂ കേട്ടാ. അമ്മക്കൊരു സങ്കല്പം വേണം കേട്ടാ. ഇത് വൈകിയാണെങ്കിൽ എത്തിച്ചാൽ ഇനി അതുപോലെ താമസം ഉണ്ടാവില്ല കേട്ടാ.